ഹലോ എവ്രി വൺ. കുറേ നാളായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവരുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു ഫിഷ് മസാല തവ ഫ്രൈഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പൊതുവേ ഞാനൊരു സീ ഫുഡ് ഫാൻ അല്ല, എങ്കിൽ കൂടിയും അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ട്രൈ ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര അധികമായിരുന്നു. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ്. സാധാരണ നമ്മൾ വീഡിയോയിൽ കണ്ട റെസിപ്പിയിൽ നിന്ന് ഞാൻ കുറച്ച് ഇംപ്രവൈസ്ഡ് ആക്കിയുന്നുണ്ട്. അതായത് ഞാൻ ചെറുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകവും ഒക്കെ കൂടിയിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് കൂട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒന്ന് പച്ചമണം മാറണ വരെ നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച മിക്സ് ഇട്ടു. നന്നായി വഴറ്റി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായി വഴറ്റിയെടുത്തു. ഇതിലേക്കാണ് നമ്മൾ കുഞ്ഞു മത്തിയില്ലേ അതാണ് ഇട്ടത്. വലിയ മീനുകളിലാണ് പൊതുവേ ഇത് ട്രൈ ചെയ്യണം കണ്ടേക്കണം. അതായത് നമ്മുടെ നെയ്മീനൊക്കെ പോലത്തെ നല്ല ഫ്ലഷി ആയിട്ടുള്ള മീനിൽ ചെയ്താൽ ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമുക്കത് കിട്ടിയില്ല, നമുക്ക് മത്തിയാണ് കിട്ടിയത്. ചെറുതായതുകൊണ്ട് ഭയങ്കര ഫ്ലേവർഫുൾ ആവുന്നുണ്ടായിരുന്നു ഈ മസാലയൊക്കെ പിടിച്ചിട്ട്. ഞാൻ ഇതിനു മുന്നേ ഒരു ഫിഷ് റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സീ ഫുഡ് ഫാൻ അല്ല, അതുകൊണ്ടാണ് ഫിഷ് റെസിപ്പിയിലേക്ക് അധികം എത്തി നോക്കാതിരുന്നത്. പക്ഷേ ഈ മസാല കൂട്ടി മാത്രം നമുക്ക് ചോറുണ്ണാം, അത്ര സൂപ്പർബായിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ അവിടെ അപ്പുറത്തെ അമ്മ നമ്മുടെ കൊഴുവയില്ലേ, അതായത് പൊടിമീൻ എന്നൊക്കെ പറയുന്നത്, അത് വറുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല ചൂടോടെ ചോറും, പിന്നെ നമ്മൾ മീനൊക്കെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ചട്ടിയിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചോറിൽ നന്നായിട്ട് വഴറ്റി അതായിരുന്നു നമ്മൾ കഴിച്ചത്. കൂടെ അമ്പഴങ്ങ അച്ചാറുണ്ടായിരുന്നു. ഒരു ഭയങ്കര കംഫർട്ടിങ് ആയിട്ടുള്ളൊരു മീലായിരുന്നു. അതായത് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു റെസിപ്പിയാണ്. കാരണം കഴിച്ചവർ എന്തായാലും ഫ്ലാറ്റ് ആവും. ഇത് അത്രയും സൂപ്പർബായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സോ ഡു ട്രൈ ദിസ് ഔട്ട്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി. അച്ഛമ്മയും അമ്മമ്മയും കുഞ്ഞും അമ്മയും ഒക്കെ പറഞ്ഞു സൂപ്പർബായിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന്. ഞാൻ എല്ലാവരും ഇംപ്രസ് ചെയ്തു. സോ ഡു ട്രൈ ദിസ് ഔട്ട്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.